ചാഴികളെ അകറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു മിശ്രിതമാണ് ഇവിടെ തയ്യാറാക്കുന്നത്. അതിന് വേണ്ട സാധനങ്ങൾ തൈര്, ഗോമൂത്രം, ചാണകം, കാന്താരിമുളക്, വെളുത്തുള്ളി, ഇഞ്ചി. ഇത് നെല്ലിലെ ചാഴികൾ, പയറിലെ ചാഴികൾ, വെള്ളരി വർഗ്ഗങ്ങളിൽ ഉള്ള നമ്മൾ മത്തൻ അങ്ങനെയുള്ള ഇതിലുള്ള ചാഴികൾ അകറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു മിശ്രിതമാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ, ഒന്നാമതായിട്ട് നമുക്കൊരു ചെമ്പ് പാത്രമാണ്. ഇതിപ്പോൾ ഒത്തിരി സൈസ് വലുതാണ്. നല്ല ചെമ്പ് ഈയം പൂശാത്ത പാത്രം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ കുട്ടും എടുത്തത്. ഈയം പൂശാത്ത ചെമ്പ് പാത്രം, അതിലേക്കാണ് തൈരൊഴിക്കുന്നത്. അപ്പോൾ തൈരും ചെമ്പുമായിട്ട് ഒരു അത് ഇതാവണം, അതിൽ ആക്റ്റീവായിട്ട് വരാൻ വേണ്ടിയാണ് ഈ പാത്രം ഉപയോഗിക്കുന്നത്, ചെമ്പ് പാത്രം. പിന്നെ ഉള്ളത് തൈരാണ്. ഈ തൈര് ഉണ്ടാക്കുന്നതിന് ഇപ്പോൾ 2 ലിറ്റർ തൈരാണ് ഞങ്ങൾ ഇത് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്, തൈര്. അപ്പോൾ അതിന് നാടൻ പശുവിൻ്റെ പാല് 2 ലിറ്റർ തിളപ്പിച്ച് അതിൻ്റെ നെയ്യ് മാറ്റിയതിന് ശേഷം ഒഴിച്ച് 3 ദിവസം വയ്ക്കുക. 3 ദിവസം വെച്ചതിന് ശേഷം അത് മിക്സിയിലിട്ട് നല്ലപോലെ ഉടച്ച് വെച്ചിരിക്കുന്നതാണ് ഇത്. അതിനോടൊപ്പം തന്നെ ഇനിയുള്ളത് 30 ഗ്രാം ഇഞ്ചി, 30 ഗ്രാം കാന്താരി മുളക്, 30 ഗ്രാം വെളുത്തുള്ളി. ഇവ മൂന്നും കൂടി വേണം. ഇത് കൂടാതെ 1 കിലോ ചാണകവും 2 ലിറ്റർ ഗോമൂത്രവും കൂടി ആവശ്യമാണ്. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഇപ്പോൾ കഴുകി വൃത്തിയാക്കി ഉണക്കി വെച്ചിരിക്കുന്ന ചെമ്പ് പാത്രമാണ്. ഈ ചെമ്പ് പൂശാത്ത പാത്രം മസ്റ്റായിട്ട് എടുക്കണം. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തൈര് മിശ്രിതം ഇതിലൊഴിക്കുകയാണ്. തൈരെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നാടൻ പശുവിൻ്റെ പാലായിരിക്കണം. അത് നല്ലപോലെ തിളപ്പിച്ച് അതിൻ്റെ പാട മാറ്റി നെയ്യ് മാറ്റിയതിന് ശേഷം ഒഴിച്ച് 3 ദിവസം വെച്ചതിന് ശേഷം അത് മിക്സിയിൽ അടിച്ചെടുത്ത തൈരാണ് ഈ ഇരിക്കുന്നത്. അത് മസ്റ്റായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ നമ്മൾ ചെമ്പ് പാത്രത്തിൽ തൈരൊഴിച്ച് വെച്ച് ദിവസവും ഇതുപോലെ ഒന്ന് കുലുക്കണം. ആ കുലുക്കുമ്പോൾ നമുക്ക് ഓരോ ദിവസം ഇന്ന് കഴിഞ്ഞ് നാളെ വരുമ്പോൾ ഇതിൽ ഈ വെള്ള കളറാണല്ലോ തൈര്, അതിൻ്റെ നിറം ചെറുതായിട്ട് മാറി. അങ്ങനെ 10 ദിവസവും കുലുക്കി ഓരോ ദിവസം കഴിയും തോറും അതിൻ്റെ നിറം മാറി നല്ല 10ാം ദിവസമൊക്കെ ആകുമ്പോഴും നല്ല പച്ച, ആദ്യമൊക്കെ നീലയും പച്ചയും കളറിനാണ്. അത് കഴിഞ്ഞിട്ട് നല്ല പച്ച കളറിൽ വരും. അത് എന്നിട്ട് ശരിക്ക് ദിവസമായി നമ്മൾ ഒരു കോട്ടൺ തുണി ഇട്ട് അങ്ങ് മൂടി വയ്ക്കുകയാണ്. എന്നിട്ട് കുലുക്കണം. അത് മസ്റ്റായിട്ട് കുലുക്കണം എല്ലാ ദിവസവും. ഇതിനോടൊപ്പം തന്നെ നമുക്ക് അടുത്ത ഐറ്റങ്ങളും തയ്യാറാക്കാം. ചെമ്പ് പാത്രത്തിൽ നമ്മൾ തയ്യാറാക്കി മാറ്റി വെച്ചു. ഇതിനോടൊപ്പം തന്നെ 30 ഗ്രാം വെളുത്തുള്ളി, 30 ഗ്രാം കാന്താരി, 30 ഗ്രാം ഇഞ്ചി, ഇതെല്ലാം ചതച്ച് റെഡിയാക്കി വെച്ചിരിക്കുക. അത് 1/2 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് വയ്ക്കുകയാണ്. വെച്ചിരിക്കുന്നതിലേക്ക് ഇടുകയാണ്. വെളുത്തുള്ളി, ഇത് ഇഞ്ചി, കാന്താരി മുളകാണ്. ഇത് മിക്സാക്കാൻ വേണ്ടി നല്ലപോലെ കുലുക്കുക, കമ്പിട്ട് ശരിക്കിളക്കുക ചെയ്ത് ഇതും ഡെയിലി ഇളക്കി വയ്ക്കുക. 10 ദിവസം അത് ഇരിക്കുക. ചെമ്പ് പാത്രത്തിൽ തൈരൊഴിച്ച് മാറ്റി കാന്താരി മുളകും ഇഞ്ചിയും വെളുത്തുള്ളിയുള്ള എല്ലാം വേറൊരു പാത്രത്തിലും മാറ്റിക്കഴിഞ്ഞു. 5 ദിവസം കഴിഞ്ഞതിന് ശേഷം 1 കിലോ ചാണകം, ഒരു ബക്കറ്റ് എടുക്കുക. ആ ബക്കറ്റിൽ 1 കിലോ ചാണകം, ഇപ്പോൾ 1 കിലോ ചാണകമുണ്ട്. 1 കിലോ ചാണകമിട്ട് അതിൽ 2, ഇതെല്ലാം നാടൻ പശുവിൻ്റെ ആയിരിക്കണം, 2 ലിറ്റർ ഗോമൂത്രം, 2 ലിറ്റർ ഗോമൂത്രം ഒഴിച്ച് നല്ലപോലെ ഇളക്കി അതിനെ പുളിപ്പിക്കുക.
1 കിലോ ചാണകം 2 ലിറ്റർ ഗോമൂത്രം നല്ലതുപോലെ ഇളക്കി അത് പുളിക്കാൻ വയ്ക്കുകയാണ്. അത് 5 ദിവസം അതേപോലെ വയ്ക്കും. ചെമ്പ് പാത്രത്തിൽ തൈരൊഴിച്ച് വെച്ചതാണ്. ഇപ്പോൾ 10 ദിവസം ആകുമ്പോൾ അതിൻ്റെ നിറമെല്ലാം നല്ല നീലക്കാലും നല്ല പച്ച നിറം, നീല കലർന്ന പച്ച നിറമായി കാണും. അതിനോടൊപ്പം തന്നെ കാന്താരി, ഈ പച്ചമുളക്, ഇഞ്ചിയുള്ള ആ മിശ്രിതവും ഉണ്ട്. ഇതിനെ ഒരു ബക്കറ്റ് എടുത്തിട്ട് ഈ തൈരിനെ ഒരു ബക്കറ്റിലേക്ക് ഒഴിക്കുന്നു. അതിലേക്ക് കാന്താരി, പച്ചമുളക്, ഇഞ്ചിയുള്ള മിശ്രിതം കൂടി ഒഴിച്ച് നല്ലപോലെ ഇളക്കി വയ്ക്കുന്നു. പിറ്റേ ദിവസം നമ്മുടെ ഗോമൂത്രവും ചാണകവും ഉള്ള മിശ്രിതമുണ്ടല്ലോ, അതിൽ 1 ലിറ്റർ വെള്ളം കൂടി ചേർത്ത് നല്ലപോലെ ഡൈല്യൂട്ട് ആക്കിയതിന് ശേഷം ആ മിശ്രിതം ഇത് രണ്ടും കൂടി പകർന്ന മിശ്രിതത്തിൽ അതുകൂടി ഒഴിച്ച് വയ്ക്കുന്നു. അങ്ങനെ ഒരു 3 ദിവസം കഴിഞ്ഞതിന് ശേഷം അതിൽ 1 ലിറ്റർ എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ 1 ഗ്ലാസ് എടുത്താൽ അതിൻ്റെ 8 ഇരട്ടി എടുത്തിട്ട് നമുക്ക് കീടങ്ങൾക്ക് അരിച്ചിട്ട് കീടങ്ങൾക്ക് തളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നെല്ലിലെ ഏഴിയൻ, മറ്റേ പയറിലെ ഏഴിയൻ, മറ്റേ പടവെള്ളത്തിനും കൊടുക്കാം, പാവലിനും കൊടുക്കാം, വെള്ളരി വർഗ്ഗങ്ങൾക്കും ഇത് തളിക്കാം. കീടങ്ങളെല്ലാം അകന്നു പോകും. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് ഉപയോഗിക്കുമ്പോൾ സ്പ്രേ ചെയ്യുമ്പോൾ കാറ്റിന് അഭിമുഖം നിൽക്കരുത്, എതിര് നിന്നിട്ട് ഇത് കണ്ണിൽ വീഴാത്ത രീതിയിൽ വേണം. എന്ന് വെച്ചാൽ കാന്താരി മുളകെല്ലാം ഇതിൽ ചേർത്തിട്ടുള്ള ഇഞ്ചി, കാന്താരി മുളക് ഇതെല്ലാം ഉള്ളത് കൊണ്ട് കണ്ണിൽ വീണാൽ നീറ്റൽ അനുഭവപ്പെടും. അത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം.